ഹലോ, എല്ലാവർക്കും FR ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെവിടെയാ ജിങ്കു? വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു കൊട്ടാരം കാണാൻ പോകാം. ഏതാ ജിങ്കു കൊട്ടാരം എന്ന് പറഞ്ഞു കൊടുത്തേ ജിങ്കു? ഹിൽ പാലസ്. അത് തന്നെ, തൃപ്പൂണിത്തുറയിലുള്ള ഹിൽ പാലസ് മ്യൂസിയത്തിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകാൻ മണിച്ചിത്രത്താഴ്. അതെ, മണിച്ചിത്രത്താഴ് സിനിമ ഷൂട്ട് ചെയ്ത കൊട്ടാരം ഹിൽ പാലസ്. പറഞ്ഞു ഹിൽ പാലസ്. അപ്പൊ നമുക്കെന്നാ കണ്ടാലോ? ഇതാണ് ഹിൽ പാലസ് മ്യൂസിയത്തിന്റെ മെയിൻ എൻട്രൻസ്. നമ്മൾ മെയിൻ ഗേറ്റ് കയറി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ തന്നെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ ടിക്കറ്റിൻ്റെ റേറ്റ്സും കാര്യങ്ങളും ഒക്കെ. തിങ്കളാഴ്ച അവധിയാട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങൾക്ക് 3 പേർ കൂടെ 100 രൂപയായി. എനിക്കും പൊന്നിനൂടെ 70 രൂപ, ചിങ്കുവിന് 10 രൂപ, മൊബൈൽ ഫോൺ ക്യാമറയ്ക്ക് 20 രൂപ, അങ്ങനെ മൊത്തം 100 രൂപ. ഇനി നമുക്ക് അകത്തോട്ട് പോവാം. അവിടെ ഒരു 2 ഓഫീസേഴ്സ് ഇരിപ്പുണ്ട്. അവർ ടിക്കറ്റ് ചെക്ക് ചെയ്യും. മൊബൈൽ അകത്തോട്ട് കയറണമെങ്കിൽ 20 രൂപ പാസ് ഉണ്ട് കേട്ടോ. പിന്നെ സാധാരണ ക്യാമറ 60 രൂപ, വീഡിയോ ക്യാമറയാണ് 2200 രൂപ. അതാണ് ഇതുണ്ട്. പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. എത്ര വണ്ടി വന്നിട്ട് പാർക്കിങ്ങിന് സെപ്പറേറ്റ് പൈസ ഉണ്ട്. കാറിന് 30 രൂപ ഒക്കെയുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് കൊട്ടാരം. കണ്ടോ? അതെ, നമുക്ക് ഈ സ്റ്റെപ്പ് വഴി നടന്നു പോവാം അല്ലേ? അതിൽ ഇങ്ങനെ വഴിയുണ്ട് കേട്ടോ. ഇങ്ങനെ അതുണ്ടോ, മുകളിലൊക്കെ വണ്ടി കിടക്കുന്നുണ്ടോ? അതിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പോകാം. അതായത് നമ്മളിപ്പം ഈ എന്നാന്ന് പറയാ, നമ്മൾ ഇങ്ങനെ വളഞ്ഞ് ചുരമൊക്കെ കയറുന്ന പോലെ. അതെ, പലവട്ടം പൂക്കാലം ആ പാട്ട് പാടി കഴിഞ്ഞിട്ട് പോകുന്നത്. അതൊക്കെ കാണിക്കാം കേട്ടോ, കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇത് 1865 ഈ കൊട്ടാരം പണിയുന്നത് കേട്ടോ, അല്ലേ? നമ്മുടെ കൊച്ചി രാജാക്കന്മാരുടെ ഭരണസ്ഥിരാകേന്ദ്രം തൃപ്പൂണിത്തുറയായിരുന്നല്ലോ. അപ്പൊ അവിടുത്തെ ശക്തൻ തമ്പുരാനാണ് പുള്ളിയുടെ സ്വന്തം, അദ്ദേഹത്തിന്റെ സ്വന്തം സമ്പാദ്യം കൊണ്ട് ഉണ്ടാക്കിയ കൊട്ടാരമാണ് ഇത്. 1980 സർക്കാരിന് കൊച്ചി രാജകുടുംബം സർക്കാരിന് കൈമാറി. മ്യൂസിയമാണ് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണ് ഹിൽ പാലസ്. നമ്മളിപ്പോ സമയം ആയതുകൊണ്ട് മാക്സിമം രാവിലെ വരുവാണെങ്കിൽ ഇനിയിപ്പോ മ്യൂസിയത്തിൽ 2 മണിക്ക് എൻട്രി ഉള്ളൂ. എത്ര മണിക്ക്? 2 മണി മുതൽ 4 മണി വരെ. 4 മണി വരെ. രാവിലെ ഓപ്പൺ ആയിട്ട് 12:30 മ്യൂസിയം ക്ലോസ് ചെയ്യും. 2 മണി മുതൽ ഓപ്പൺ ആവും. 2 മണി മുതൽ 4 മണി വരെ. നമുക്ക് അന്നേരം പുറത്ത് കാണാൻ ഇഷ്ടംപോലെ കാഴ്ചയുണ്ട്. അത് കഴിയുമ്പോൾ മ്യൂസിയം ഓപ്പൺ ആവും. ഒരു രക്ഷയില്ല കേട്ടോ, അല്ലേ? ഇതിനകത്ത് കാണുന്ന പോലെ അല്ല കേട്ടോ. ഒയ്യോ, കൊട്ടാരത്തിന്റെ ഒക്കെ ഒരു പവർ എന്ന് പറയുന്നത്, അല്ലേ? പ്രിൻസസിന്റെ ഒക്കെ സ്റ്റോറി കേൾക്കുന്ന പോലെ അവിടുത്തെ ഈ കൊട്ടാരവും ആ ഒരു പുല്ലും ഒക്കെ പോലെ പെട്ടെന്ന് എനിക്ക് സ്നോ വൈറ്റ് എന്ന് പറഞ്ഞൊരു കഥ ഉണ്ട്. അതിനകത്തൊരു പാലസ് ഒക്കെ ഇങ്ങനത്തെ പോലെ തന്നെ അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ ഒരു രക്ഷയില്ല. ഇവിടെ രസമല്ല. ഇതിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഉണ്ടോ, ഒരുപാട് ഇങ്ങനെ നമുക്ക് ഫോട്ടോ പോയിന്റുകളും ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇന്ന് നല്ല തിരക്കും കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എവിടെ ചെന്നാലും അതെ, തിരക്കാന്ന് അറിഞ്ഞു പോകുന്നതല്ല. ഇന്നിപ്പോ ഇങ്ങനെ സമയം കിട്ടിയപ്പോ എന്നാ പോന്നേക്കാം. ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടടുത്താ കേട്ടോ, തൃപ്പൂണിത്തുറ SN ജംഗ്ഷൻ. 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതെ, കണ്ടോ? ഇതാണ് കൊട്ടാരം. കൊട്ടാരത്തിന്റെ എൻട്രി.
ഓരോ സ്ഥലങ്ങൾ ഇനി വേറൊരു സൂത്രം കാണിച്ചു കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ പോകാം. ബാ, അതിലെ കുറേ പേര് നടക്കുന്നുണ്ടോ, നടന്നു പോകുന്നുണ്ടോ? ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ മണിച്ചിത്രത്താഴിന്റെ ഓരോ ഓർമ്മകളല്ലേ? ആ, ഇപ്പം എല്ലാവരും ഓർക്കും ചിങ്കുവിന് ഈ മണിച്ചിത്രത്താഴിന് കൊച്ചു സിനിമയൊക്കെ ഇത് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ. 50 പ്രാവശ്യം കണ്ടിട്ടുണ്ട് മണിച്ചിത്രത്താഴ്. അല്ലേ ചിങ്കു? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പടം. അവിടെ ചെറുതിലെ വന്നിട്ടുണ്ട്. ഈ സിനിമ കണ്ടിട്ട് ഈയിടെ കുറച്ച് കൂടുതലുണ്ട്. അതൊക്കെ തുടങ്ങിയതാ. ഹിൽപാലസ് പോകാം. അപ്പം നമ്മൾ താഴെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കുന്നില്ല. താഴെ ഇതിന് തൊട്ട് താഴത്തില്ല, അവിടെ വരെ വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട്, വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ഇതാണ് കേട്ടോ കാണിക്കാന്ന് പറഞ്ഞത്. കണ്ടോ? ആഹാ, ഈ വഴിയാണ് ലാസ്റ്റ് മോഹൻലാൽ കാറെ കയറി ബൈ ബൈ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ഇതിലേ വന്ന് അതിലൂടെ അങ്ങോട്ടങ്ങ് പോകും. കണ്ടോ? ഹിൽ പാലസ് മ്യൂസിയം. അതെ, മറ്റേ താക്കോൽ എടുക്കാതെ, താക്കോൽ കൊടുക്കാതെ എന്ന് പറയും അല്ലേ? അതവിടെ കേട്ടോ. അത് നമ്മൾ മുമ്പേ കാണിച്ചില്ലേ മെയിൻ. ആ അതെ അതെ അതെ. ആ, ഇത് അവിടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. മാറ്റങ്ങൾ വന്നിട്ടില്ല. ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം വന്നപ്പോ എങ്ങനെയായിരുന്നു ഹിൽപാലം? കാഴ്ചയിലും അത് തന്നെ. ചിങ്കുവിന് അറിയത്തില്ല. നമ്മളിപ്പോ 2 ദിവസം അതുപോലെ തന്നെയല്ലേ? അതുപോലെ തന്നെ അവര് കീപ്പ് ചെയ്യുന്നുണ്ട്. അതെ, ഇത് കണ്ടോ? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മണിച്ചിത്രത്താഴ് ഓർമ്മ വരുന്നില്ല? ഇല്ല, ഇതൊക്കെ കാണുമ്പോൾ മണിച്ചിത്രത്താഴ് ഓർമ്മ വരുന്നില്ല? ഇതിപ്പോൾ നമ്മളെടുത്ത സൈഡിൽ നിന്ന് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകുകയില്ലായിരിക്കും അല്ലേ? നമ്മളിങ്ങനെ എടുത്ത സൈഡിൽ നിന്ന് കാണുമ്പോഴേ അതെ, അതായത് ഇത് കണ്ടോ, ഇതൊരു വലിയ മാവ്, ഇതിനിടയ്ക്കിടെ കണ്ടോ ജനലഴികൾ കണ്ടോ? അവിടെ നിന്നാണ് അവരിങ്ങനെ നോക്കുന്നത്. മനസ്സിലായോ? ഏതാ ഇതേ ഈ കാണുന്ന ജനലിനകത്ത് നോക്കിയാണ് ലാസ്റ്റ്. അയ്യോ, ആ ആക്ട്രസിന്റെ പേരിന് വിനയപ്രസാദ് ഇങ്ങനെ ലാലേട്ടൻ പോകുമ്പോൾ നോക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ അവിടുന്ന് കാറേ വരും. അതെ, അവിടുന്ന് കാറേ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് ആ മരം നിൽക്കുന്നിടത്തുനിന്ന് ലെഫ്റ്റിലേക്ക് പോകും. സിനിമയുടെ റിവ്യൂ പറയുമെന്ന് ഓർക്കോ എല്ലാവരും? അതെ അതെ, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി. അതെ അതെ. ഇത് നമ്മൾ മണിച്ചിത്രത്താഴിന്റെ റിവ്യൂ അല്ല കേട്ടോ. എല്ലാവർക്കും നമുക്ക് മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മണിച്ചിത്രത്താഴിന്റെ കാര്യം പറഞ്ഞത് കേട്ടോ. ഇവിടെയാണ് മറ്റേ രാഘവോ അല്ലേ വിളിച്ച് കയറുന്നത്. കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇതിന്റെ മെയിൻ എൻട്രൻസ്. നമ്മുടെ രാഘവോ വിളിച്ച് വന്നിട്ട് ഇവിടെയാ കുട തൂക്കിയിടുന്നത്. അത് 2 മണിയാകുമ്പോഴേ അത് ഓപ്പൺ ആവും. അപ്പൊ നമുക്ക് ഇവിടെ ഒക്കെ ചുറ്റിക്കറങ്ങുന്നത്. ഞങ്ങൾ അതിനകത്ത് ഒന്ന് ഇറങ്ങാൻ പോകട്ടെ. പക്ഷെ അവിടെ നിറച്ച് ഫോട്ടോഷൂട്ട് നടക്കുന്നില്ല. അപ്പം പിന്നെ അവരെ ശല്യം ചെയ്യണ്ടല്ലോ എന്നും കരുതി ഞങ്ങൾ അവിടെ തിരിച്ചു പോകുന്നു. അത് ഒരു സമയത്ത് നിറച്ചത് ഇതായിരുന്നു കേട്ടോ. മുല്ലപ്പന്തൽ നിറച്ചതിനകത്ത് അങ്ങനെ ഇപ്പോൾ വെട്ടിവിട്ടേക്കുക, കുറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫോട്ടോഷൂട്ടിൻ്റെ ഇടയ്ക്ക് അവരെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്നും കരുതിയാണ് അതിനകത്ത് ഇറങ്ങാത്തത് കേട്ടോ. നമുക്കിനി ഈ പാലസിന്റെ പുറകുവശത്തോട്ട് നമുക്ക് പോവാം. അവിടെ ഒരു ഡൈനോസറിന്റെ പ്രതിമയുണ്ട്. ചിന്നവര് പൊതുവെ ഇതെല്ലാം പേടിയാണ്, അതിന്റെ അടുത്ത് പോലും അടുക്കത്തില്ല. പിന്നെ കുറച്ച് മാനിനെ വളർത്തുന്ന സ്ഥലം. അതും ഈ പുറകിൽ തന്നെയാണ് കേട്ടോ. കോമ്പൗണ്ട് കിടക്കണം. പിന്നെ 56 ഏക്കർ സ്ഥലമല്ലേ ഇങ്ങനെ കിടക്കുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇപ്പൊ ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഈ വരുന്ന വഴിക്ക് എന്ത് വെയിൽ വന്നാലും
ഒരു കുഴപ്പമില്ല, നല്ല മരങ്ങൾ അല്ലേ? കണ്ടോ, നോക്കിക്കേ, കണ്ടോ, ചുറ്റോടി ചുറ്റും നോക്കിക്കേ, കണ്ടോ? അതിന് ഭീകരപ്പെടുത്തുന്ന സാധനം. ആ ഇതേ ഇത് പിന്നെ പുതുക്കി പണിത് കേട്ടോ. ഇന്നാൾ ഇതിന്റെ വാലൊക്കെ ഒടിഞ്ഞു പോയില്ലായിരുന്നോ? നേരത്തെ നമ്മൾ വന്നപ്പോ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാവേ. കണ്ടോ, ഇതാണ് ചിങ്കു പറഞ്ഞ നിങ്ങളെ ഭീകരപ്പെടുത്തുന്ന സാധനം. ചെല്ലേ ചിങ്കു, കണ്ടോ? അയ്യോ, അതിനെ കാലിന്റെ താങ്ങും കണ്ടോ? അതുപോലെ തന്നെ അല്ലേ? അല്ലേ? അറിയോ, ഒരു ഭീമാകാര സാധനം കേട്ടോ. അത് ഈ കാണുന്നത് കേട്ടോ, പാലസിന്റെ ബാക്ക് വശം. അതിന്റെ നേരെ ബാക്കിലാണ് മാന്. ഓ, ഒരുപാട് മാനുണ്ട് കേട്ടോ. ആ ഇത് ഇവിടെ നോക്ക്. അറിയത്തില്ല എന്നെ. ആ ഒന്നും അങ്ങനെ കൊടുക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആ അത് മറ്റേ ഇത് കൂടെ കേഴയാ. കാണിച്ചു തരാം. കണ്ട വലിയൊരു കേഴയുണ്ട് കേട്ടോ. കണ്ടോ, കേഴ മാനിന്റെ വലുത്. അതെ, ആ ഒത്തിരി ഉണ്ട്. ഏതാ? ആ എന്നാ രസമല്ലേ? ഇത് കൊമ്പില്ലാത്തതാണ്. ഈ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഈ കൊമ്പുള്ളത് കലമാനും ഇത് പുള്ളിമാനും അങ്ങനെയാണോ? കൊമ്പുള്ളത് ആൺമാനാണ്. അത് അവിടുന്ന് പോയി. അതെന്നതാണെന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. അല്ല, അറിയത്തില്ലാത്തോണ്ടാ. അയ്യോ, നോക്കുന്നു നമ്മളെ. എന്തെങ്കിലും തരാമോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ആ ഉണ്ട്. അത് ഇതിങ്ങനെ ഇവിടെ മാത്രമല്ല, നീ അതുകൊണ്ടോ അവിടെ കണ്ടോ ഒരു മരമൊക്കെ നിൽക്കുന്നത്. അതിനപ്പുറത്തും ഒരു വേലി പോലെ ഉണ്ട്, അവിടുന്ന് അതിനപ്പുറത്തും ഉണ്ട്. ആ മോനെ, അവിടെ കൊമ്പുള്ള മാനുണ്ട്. ബാ, നമുക്കിനി ആ താഴെ ആ കുളത്തിന്റെ അങ്ങോട്ട് പോയാലോ? പോകാം. ഇവിടെ ഒരു കുളമുണ്ട്, കാണിച്ചു തരാവേ. ആ കണ്ടോ, ചേടാൻ പറ്റുമോ കുളത്തില്? ക്ലോസ് ചെയ്തേക്കുമായിരിക്കും അകത്ത്. അവിടെ ഒരു തുരങ്കം പോലെ ഒരു സാധനമൊക്കെ അല്ലേ? പണ്ടൊക്കെ രക്ഷപ്പെടാനുള്ളതൊക്കെ ആയിരിക്കുവേ. രാജാക്കന്മാര് പലതും പണിത് വെച്ചേക്കുന്നതേ, ശത്രുക്കളിൽ നിന്ന് യുദ്ധം വരുമ്പോഴത്തെ ഒളിക്കാനും അങ്ങനത്തെ രീതിക്കല്ലേ ഇത് മുഴുവൻ പണിതേക്കുന്നത്. അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്. ഈ പണിത് കഴിയുമ്പോ അവരെയൊക്കെ കൊന്നു കളയുന്നൊക്കെ പറയുന്നത് ശരിയാണ്. അപ്പൊ പണ്ടൊക്കെ ഇങ്ങനെ കഥകളൊക്കെ പറയുന്നത് കേൾക്കാം, പുറത്തറിയാതിരിക്കാൻ അല്ലേ? ഈ കുളത്തിന് അവിടെ ഒരു എൻട്രി ഉണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാം അല്ലേ? എനിക്ക് തോന്നുന്നില്ല, പിന്നെ പൂട്ടിയേക്കുമായിരിക്കും. ആ അതെ, ഇത് പൂട്ടിയേക്കുവാ.
കണ്ടോ കണ്ടോ, ഇതൊരു കടവാണ് കേട്ടോ ഈ കുളത്തില് അല്ലേ. അത് കെട്ടിയേക്കുന്നുണ്ടോ അതിന്റെ മുകളിലത്തെ ഓട്? ഇങ്ങനെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കിയാലും ആരും കാണുകയില്ല. ആ ശരി, അക്കരെ നിന്ന് നോക്കിയാലും കാണത്തില്ല. ഇതിന് നടുക്ക് ഭിത്തിയുണ്ട്. ഇതൊരു കടവ്. പിന്നെ ഇതൊരു കടവ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്നാ അറിയോ? കണ്ടോ ആ ഓട് കണ്ടോ, വെള്ളത്തെ മുട്ടാറായ പോലല്ലേ നിൽക്കുന്നേ. നമ്മള് വെള്ളത്തിലിറങ്ങി നിന്നാലും അപ്പം നമ്മൾ ഇവിടെ നിന്നാലും ഇപ്പോൾ കുളിച്ചിട്ട് തോർത്താനൊക്കെ ഇങ്ങോട്ട് കയറിയാലും ഉണ്ടല്ലോ ആരും കാണുക. ആരും കാണുകയല്ല. എന്നാ ബുദ്ധിയല്ലേ. അതെന്നാ പിന്നെ ഇപ്പുറത്ത് വേറെ ഒരു കടവ് കൂടെ ഉണ്ട് കേട്ടോ. കണ്ടോ, അങ്ങനെ 3 കടവ്. നമുക്കെന്നാ മുകളിലോട്ട് പോയാലോ? ആ ഓക്കെ. പിന്നെ ചെറിയൊരു അമ്പലം ഉണ്ടായിരുന്നു. താഴെ ഉണ്ട്. അത് ചെറിയൊരു അവിടെ ഒരു വലിയൊരു ചെമ്പൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്തിലാണ് എടുത്തില്ല, വീഡിയോ എടുത്തിട്ടാ. ഇതൊരു തന്നെ തണുപ്പാണെന്നറിയോ? നല്ല തണുപ്പ് അല്ലേ. അതെ, കറക്റ്റ് 2 മണി. പോവാം. ഇതാണ് കേട്ടോ ഇതിന്റെ മെയിൻ എൻട്രൻസ്. നമ്മൾ താഴെ നിന്ന് എടുത്ത ടിക്കറ്റ് ഇവിടെ കാണിച്ചാൽ നമുക്ക് മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ കേട്ടോ. അടിപൊളി. ആ കാണുന്നത് തൃപ്പൂണിത്തുറ കേട്ടോ. കണ്ടോ, ആ കാണുന്നത് തൃപ്പൂണിത്തുറ. അതാണ് ചോയ്സ് ടവർ. ആ കാണുന്നത് ഇതാണ് നമ്മൾ കേറി വന്ന് വഴി. ഓ നീ എന്നാ പറഞ്ഞേ? മുഖം കാണിക്കാൻ. അപ്പൊ ഇവിടെ വന്ന് നിൽക്കുമായിരിക്കും താഴെ അല്ലേ. അടിപൊളി, നല്ല കാറ്റ് കേട്ടോ അല്ലേ. അടിപൊളിയല്ലേ ഇങ്ങു? ഇവിടെ ഹിൽ പാലസിന്റെ ഒരു വീഡിയോ പോകുന്നുണ്ട് ഇനി. എന്താ പറയുന്നത്, അതായത് രാജ്യസഭ അല്ലേ. അപ്പൊ അതൊന്ന് കണ്ടത് നോക്കിയല്ലോ. നല്ല തിരക്കാ കേട്ടോ. അതെ, ഇതാണ് നമ്മുടെ കൊച്ചി രാജാവിന്റെ സിംഹാസനം. ആണോ, അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈസ് അവർ ഫാമിലി ട്രഷറർ. ഓ ഇതുണ്ടോ? Started by Impress Lift Company, London in 1920. കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ആട്ടോ. ഇത് പോർച്ചുഗീസുകാർ സമ്മാനിച്ചാണ്. Portuguese on. അതെ, ഇതിന്റെ തറയൊക്കെ നോക്കി. ഇവിടെ വന്നിട്ട് സാധനം കണ്ടോ, ഞാൻ പഠിച്ച കോളേജ്. RLV കോളേജ്. ഇതൊക്കെ പണ്ട് അവര് സഞ്ചരിച്ചിരുന്ന റിക്ഷ കേട്ടോ.
ഇനിയും മ്യൂസിയത്തിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് അതെല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പകുതി സ്ഥലങ്ങളിൽ നമുക്ക് വീഡിയോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ആണ്. അതായത് ആഭരണങ്ങൾ, അമൂല്യമായ ഒരുപാട് സാധനങ്ങൾ, അതുപോലെ തന്നെ കിരീടം, അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം വീഡിയോസ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും നേരിട്ട് വന്ന് കാണുക. അങ്ങനെ കാണാനുള്ള ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ കാഴ്ചകളും അവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഹിൽ പാലസ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ, നല്ല രീതിയിൽ കുറേ കൂടി വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.